ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിസൈൻ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ബ്ലൗസിലൊക്കെ ചെയ്യാൻ പറ്റുന്ന, സ്ലീവ്സിലൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ക്രിസ്റ്റൽസ് ഇതുപോലെ വാങ്ങാൻ കിട്ടുമല്ലോ, പല കളറിലുള്ളതും ഷേപ്പിലും ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് സെപ്പറേറ്റ് ആയിട്ടുള്ള അതും കിട്ടും, ഇതിങ്ങനെ മിക്സ് ആയിട്ടുള്ളതും കിട്ടും. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് മെറൂൺ കളർ തന്നെ ഒരു ഡ്രോപ്പിൻ്റെ ഷേപ്പിലുള്ള ഒരു ക്രിസ്റ്റലാണ് യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഇതുപോലുള്ള ഈ ക്രിസ്റ്റലാണ് ഞാനിപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് സ്ലീവ്സിലൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻസ് വരച്ചു കൊടുത്താൽ ഒരേ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വരയ്ക്കാം, അല്ലെങ്കിൽ തിരിച്ചായാലും പെർപെൻഡിക്കുലറായിട്ടും വരയ്ക്കാം. അങ്ങനെ അപ്പോൾ ഒരേ കണക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ റാൻഡമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ചിലതിനൊക്കെ ആണെങ്കിൽ ഇതിന് ഹോൾസ് കാണും, അങ്ങനെയാണെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് അങ്ങനെ ഇല്ലാത്തതാണ്. അപ്പം ഇത് പക്ഷേ വെയ്റ്റ്ലെസ് ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റും ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫാബ്രിക് ഗ്ലൂ യൂസ് ചെയ്ത് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതിപ്പോൾ എവിടെയൊക്കെ വേണം എന്നുള്ളത് നമുക്കൊന്ന്, ഇപ്പം ഞാൻ കുറച്ചിവിടെ ചെയ്ത് കാണിക്കാം. അപ്പം നമുക്ക് ഇതിലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതൊന്ന് ഉണങ്ങുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതപ്പോഴേക്കും ഉണങ്ങട്ടെ. നമുക്കപ്പോൾ ഇതിന് ചുറ്റുമുള്ള ബീഡ്സ് വർക്കും കൂടെ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലുള്ള ചെറിയ ടൈപ്പ് ബീഡ്സ് ഉണ്ടല്ലോ, ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതേ ടൈപ്പ് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള അതിന് ചുറ്റുമായിട്ട് നമ്മളങ്ങനെ ഡിസൈൻ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ചെയ്യാം. ഇതിപ്പോൾ സ്ലീവ് ഫുള്ളായിട്ട് അല്ലെങ്കിൽ നെക്കിന് ചുറ്റുമൊക്കെ ചെയ്യുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ സാധാ നീഡിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് കൊടുക്കാം. ഇനി ഇതിന് ചുറ്റുമായിട്ടും സ്റ്റിച്ചസ് കൊടുക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇവിടെ ഇതുപോലൊരു ബ്ലാങ്ക് വരത്തില്ലേ, അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം കൂടി എക്സ്ട്രാ കൊടുക്കണം ഇതുപോലെ. അപ്പോൾ അത് ലാസ്റ്റ് ബീഡിനകത്തൂടെ കയറ്റി ഒരെണ്ണം എക്സ്ട്രാ കൊടുത്താൽ മതി. കണ്ടോ, ഇങ്ങനെ ഇപ്പോൾ ഒരു ഡ്രോപ്പ് ഷേപ്പിൽ ഇതെല്ലാം ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു പ്രാവശ്യമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യം ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ കുറേ കൂടി ഒരു ഗ്രാൻഡ് ലുക്കായിരിക്കും ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, കാണാൻ വേണ്ടിയിട്ട്.
കണ്ടോ ഇതുപോലെ നമുക്ക് സ്ലീവ്സ് ഒക്കെ ചെയ്ത് കാണാൻ നല്ല ഭംഗിയാക്കാം. ഈവൻ നെക്ക് പോർഷനിലും ഒക്കെ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വലിയ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല, ഇത്ര മാത്രം വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വീഡിയോസിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.